എത്തിയോ? നടക്കല്ലേ? നടക്കുന്ന ആളോട് നടക്കടാ. ഇത് ഏത് സ്ഥലം? ഇതാണ് നിന്റെ തന്തയുടെ തറവാട്. ഞാൻ വ്യാജനല്ലെന്ന് പറഞ്ഞില്ലല്ലോ. കുറ്റം സമ്മതിക്കായിരുന്നല്ലേ അടിക്കേണ്ടത്? വ്യാജനാണെന്ന് സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതെവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ന്യായം. ഇത് ഞാൻ സമ്മതിക്കുന്നു. ജയിലിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കാം. ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനാണോ ഭാവം? കൊല്ലടാ, കൊല്ലും. മീശയില്ലാത്ത പോലീസുകാർ മീശ വെക്കണമെന്നാ സർക്കാർ ഉത്തരവ്. വ്യാജ പോലീസാണോ? അടിയറായി മുട്ടി. ശരിക്കുള്ള പോലീസിനെ കിട്ടിയില്ലേ? ശരിക്കുള്ള പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ ആശുപത്രിക്കല്ലേ ചീത്തപ്പേര്. മാത്രമല്ല, നന്ദിനിയുടെ കാര്യത്തിൽ താൻ എന്നോട് കാണിച്ച ചതിക്ക് 2 പൊട്ടിച്ചു തന്നില്ലെങ്കിൽ എന്താ സുഖം? ഇപ്പൊ സുഖമായോ? പ്രതീക്ഷിച്ചത്ര സുഖമായില്ല. വേഷം കിട്ടിയവന്മാര് പോരാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരിട്ട് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ആവാം. വിഷപ്പാമ്പുകളെ ഞാൻ കൈകൊണ്ട് തൊടാറില്ല. എങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? 2 പേരും കൂടി നേരത്തെ ചെയ്ത മരുന്ന് കച്ചവടമല്ലേ, അത് തുടരാലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ഡോക്ടറെ ജോലി തന്നെ നോക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ക്രൂരമാണ്. മാനസിക പീഡനമാണ് ഏറ്റവും വലിയ പാപം. മിസ്റ്റർ മഹാദേവൻ, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക, ആശുപത്രിയിലെ സിസ്റ്റർ നിർമ്മലയെ ഞാൻ സ്നേഹിച്ചു. ഞാൻ ആരാണെന്നറിഞ്ഞിട്ടും അവൾ എന്നെ വെറുത്തില്ല. നന്ദിനി ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അമ്മാവൻ എനിക്ക് കുറെ പണം തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഒരു ചെറിയ നാടകം അവിടെയും കളിച്ചെന്നേ ഉള്ളൂ. അമ്മാവൻ നിർബന്ധിച്ചു? സംശയമുണ്ട്. അയാൾ മഹാ താപ്പാനെയാ. എന്നെ വെച്ച് പണം കൊയ്യാമെന്നുള്ള മോഹമായിരുന്നു അയാൾക്ക്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ അയാൾ കുരങ്ങ് കളിപ്പിക്കും. ഞങ്ങൾക്കും കുറെ മനുഷ്യത്തെ കൊണ്ട് സാറേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയത്. മറ്റാശ്രയമില്ലാത്ത ചിലർ കൂടി വേണ്ടിയാണ്. പക്ഷെ തോറ്റുപോയി. ദേവി അത് വിശ്വസിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ലേ ലോകം, തോൽക്കുന്നവരുടെയും കൂടിയാ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ലോക്കപ്പിലാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് പിടികൊടുക്കാം. എന്തു വേണം? പറയണം സാർ. ലോക്കപ്പിലാക്കാനൊന്നും എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പൊയ്ക്കോട്ടെ. ദൈവാധീനം കൊണ്ട് ആശുപത്രിക്ക് ഞാൻ കാരണം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. ഗുഡ് ബൈ. ഡോക്ടർ? ഡോക്ടർ എന്തിനാ കളിയാക്കുന്നത്? സോറി, വിളിച്ച് ശീലിച്ചു പോയതല്ലേ. അമ്മാവൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് തിരശ്ശീല വീഴാറായിട്ടില്ല.
നോക്കിയേ, ഡോക്ടർ ആണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ. ഹലോ. യെസ്. ഡോക്ടർ നന്ദിനിയല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഡാഡിയുടെ കൂടെ 1-2 തവണ ഇവിടെ വന്നിരുന്നു. ഡാഡി എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ ഒരു പാവം PWD മിനിസ്റ്റർ. ഞാൻ അദ്ദേഹത്തിന്റെ 1 and only സൺ ഹരികൃഷ്ണൻ. ഓർക്കുന്നു? ഡാഡി അറിയാം. അത് തന്നെ വലിയ കാര്യം. എന്നെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിന് മാത്രം ഒന്നുമില്ല താനും. അതെനിക്കറിയില്ല. ഓർക്കുന്നില്ലെന്ന് പറഞ്ഞത് ഓർക്കാത്തോണ്ട് തന്നെയാ. യെസ്, മനസ്സിലായി. ഡാഡി പറഞ്ഞിട്ട് എപ്പോഴും ഓർമ്മയിലുണ്ട്. പഠിക്കാൻ പുറത്തു പോയിരിക്കായിരുന്നല്ലേ? ഉവ്വ്. എന്ന് തിരിച്ചു വന്നു? കുറച്ചു നാളായി. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇവിടേക്ക് മാത്രമായിട്ട് വന്നതാ. ഉള്ള കാര്യം തുറന്നു പറയട്ടെ. എന്ത്? എന്റെ ഓർമ്മയിലുള്ള നന്ദിനി ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ല. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അച്ഛാ, ഏതൊരാൾ കാണാൻ വന്നിരിക്കുന്നു. അല്ല, ആരത്? അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛനവിടെ ഇലക്ഷൻ തിരക്കില്ല. ഒരു പ്രധാന കാര്യം നേരിട്ട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇരിക്കേ. അല്ല, ഇലക്ഷൻ ഫണ്ടോ മറ്റോ ആണോ? ഹേ അല്ല, ഒരു രഹസ്യമാണ്. അങ്കിളിനും ഗുണമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ. ഇവിടുത്തെ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം പുറത്തു വിട്ടിട്ടില്ല. സ്റ്റേഡിയം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലത്തിനൊക്കെ വില 10 ഇരട്ടിയെങ്കിലും ഒറ്റയടിക്ക് കയറും. ആളുകൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ആളുകളുടെ പേരിൽ ആ സ്ഥലങ്ങൾ വാങ്ങിയെടുക്കണം. അങ്കിളിനോട് കാശ് റെഡിയാക്കി വെച്ചോളാൻ ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. അങ്കിൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ അവിടെ TV കാണും. സമയം പോലെ അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് വേറെ ചിലരെ മീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വന്നേക്കാം. അല്ല, ഒരു ചായ? ഞാൻ ഇനിയും വരുമല്ലോ. ശരി. വരണം വരണം. ഫോൺ വന്നപ്പോ മുതല് ഞാൻ ഡോക്ടറെ കാത്തിരിക്കുക. ഡോക്ടർ പറഞ്ഞത് ശരിയാ. സംഗതി ഇങ്ങനെ എടിഞ്ഞു നീങ്ങിയാ പോരല്ലോ. ഒന്നും ചൂടാകട്ടെ. വാ, അകത്തിരിക്കാം. ഡോക്ടർ ഇരിക്കേ. അച്ഛന്റെ പേരെന്താ പറഞ്ഞേ? ഭാർഗവൻ പിള്ള. ആ, ബിഷപ്പ് പിള്ളയോട് പണം ഈ ആഴ്ച കൊടുക്കാന്നാ ഞാൻ പറഞ്ഞതേ. അതിന് വെച്ച് താമസിപ്പിക്കണ്ട. അവിടുത്തെ കാര്യമാണല്ലോ ആദ്യം നടക്കേണ്ടത്. നാളെ മറ്റും നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? വീടൊന്ന് കാണുകയും ചെയ്യാലോ. അല്ല, അതിപ്പോ പണി നടന്നോണ്ടിരിക്ക. ഈ പെയിന്റിങ്ങും മറ്റുമൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടാവാം. അപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രീ ആവും. പണം വേണമെങ്കിൽ ഞാൻ എത്തിച്ചേക്കാം. ആയിക്കോട്ടെ. പിന്നെ കല്യാണത്തിന് നടത്തിപ്പിനെ കുറിച്ച് ഡോക്ടർക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എവിടെ വെച്ച് വേണം, എങ്ങനെ വേണം എന്നൊക്കെ എല്ലാം ഡോക്ടർ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുക. എന്താ ധൃതി വെക്കണ്ട, സമയമുണ്ടല്ലോ. എല്ലാം ഇവിടുത്തെ ഇഷ്ടം പോലെ മതി. ഇതാ എനിക്ക് അത്ഭുതം. ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടറിന്റെ ലാളിത്യം, എളിമ. സത്യത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ പ്രകൃതമാണ്. ഡോക്ടർ ഇരിക്കെ ഞാനിതാ വരുന്നു.